Hello dear students, in the previous video we have been discussed about the control of release of human growth hormone that was done by two hypothalamic hormone. First one, human growth hormone releasing hormone and growth hormone inhibiting hormone. അങ്ങനെ രണ്ടെണ്ണത്തിനാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ അതിനെ വേറൊരു റെഗുലേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നതാണ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എന്ന് പറഞ്ഞു. സോ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എങ്ങനെയാണ് ഈ ഗ്രോത്ത് ഹോർമോണിനെ റെഗുലേറ്റ് ചെയ്യുന്നത്, അതാണ് നമ്മളിവിടെ പറയണത്. ആ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ റെഗുലേറ്റ് ചെയ്യുന്ന മെക്കാനിസമാണ് ഇവിടെ നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം. ഓക്കെ, ദാറ്റ് ഈസ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ് ഫോർ ദി ഹൈപ്പോഗ്ലൈസീമിയ ഇൻ ബ്ലഡ്. നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ കൂടിയാലും കുറഞ്ഞാലും അതെങ്ങനെ അതിനെ റെഗുലേറ്റ് ചെയ്യുന്നു വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ. അതാണ് നമ്മളിവിടെ പറയണത്. ഓക്കെ, അതിനകത്ത് ഇൻഹിബിറ്റിംഗ് ഹോർമോണും വരും, റിലീസിങ് ഹോർമോണും വരും. ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. സോ ഇൻ ദ ഫസ്റ്റ് സ്റ്റെപ്പ്, hypoglycemia. Okay, you know that what is hypoglycemia? It is the decreased blood glucose level than the normal. നമ്മുടെ നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസിന് ഗ്ലൂക്കോസ് ലെവൽ കുറയുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയാം. സോ ഇൻ ദിസ് ഹൈപ്പോഗ്ലൈസമിക് കണ്ടീഷൻ ഹൈപ്പോതലാമസ് സ്റ്റിമുലേറ്റഡ് ആവും. ഹൈപ്പോതലാമസ് സ്റ്റിമുലേറ്റഡ് ആയിട്ട് അതിനകത്ത് നിന്ന് ആരെ പ്രൊഡ്യൂസ് ചെയ്യും? ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഹോർമോൺ is produced from the hypothalamus. Okay, then this growth hormone releasing hormone reached into the anterior pituitary with the help of hypophyseal portal system or portal vein. So hypoglycemia ഉണ്ടാവുമ്പോൾ ആദ്യം തന്നെ ഹൈപ്പോതലാമസ് സ്റ്റിമുലേറ്റഡ് ആവും. എന്നിട്ട് അവിടുന്ന് ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ആ റിലീസിങ് ഹോർമോൺ ഹൈപ്പോഫൈസിയൽ പോർട്ടൽ സിസ്റ്റം വഴി നമ്മുടെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ എത്തി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദി ഫസ്റ്റ് പ്രോസസ്സ്. അതിന് ഞാനിങ്ങനെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. സോ ആരോ മാർക്ക് മുകളിലേക്കാണ് പോകുന്നത്. ദാറ്റ് ഇസ് സ്റ്റെപ്പ് 1, hypoglycemia that stimulate hypothalamus for the secretion of growth hormone releasing hormone, and this released growth hormone releasing hormone transported into the anterior pituitary gland. Okay, then in the next step, this anterior pituitary അത് anterior pituitary എത്തുകയാണെങ്കിൽ അവിടെ it act on the somatotroph്സിൻ്റെ മുകളിൽ പോയിട്ട് ആക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? it produces human growth hormone. Okay, that is the second step. ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ റിലീസ് ചെയ്യാണ് ചെയ്യുന്നത് ഫ്രം സൊമാറ്റോട്രോഫ്സ്. ഓക്കെ, ദാറ്റ് ഈസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. ഹിയർ ഇറ്റ് റീച്ചസ് ദി ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഹോർമോൺ അവിടെ എത്തും. എന്നിട്ട് അത് സൊമാറ്റോട്രോഫിൻ്റെ മുകളിൽ ആക്ട് ചെയ്യും. ദെൻ ഇറ്റ് റിലീസസ് ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ. And in the third step, human growth hormone, when the amount of human growth hormone increases, it changes into insulin-like growth factors. Okay, this insulin-like growth factors ൻ്റെ ആക്ഷൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ ലിവർ ഗ്ലൂക്കോസിൻ്റെ മുകളിലൊക്കെ അതിന് ലിവർ ഗ്ലൈക്കോജൻ്റെ മുകളിൽ അതിന് ആക്ഷൻ ഉണ്ട്. സോ ഇറ്റ് ആക്ട് ഓൺ ദ ലിവർ ഗ്ലൈക്കോജൻ ആൻഡ് ഗ്ലൈക്കോജൻ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഗ്ലൂക്കോസ് ആൻഡ് ദാറ്റ് ഗ്ലൂക്കോസ് ഡിറക്ട്ലി എൻറ്റർ ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം. ഓക്കെ, സോ ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിൻ്റെ സൊമാറ്റോട്രോഫ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഫ്രം ദാറ്റ് ദിസ് human growth hormone converted into insulin like growth factors. This act on the liver glycogen for the conversion of glycogen into glucose, and this glucose enter into the blood stream. So നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഹൈപ്പോഗ്ലൈസീമിയ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഗ്ലൂക്കോസിന് എന്ത് ചെയ്യും? ബ്ലഡിലോട്ടേക്ക് എത്തിക്കും. ദാറ്റ്സ് ദ തേർഡ് സ്റ്റെപ്പ്. ഇതാ അവിടെ കാണിക്കാം. സൊമാറ്റോട്രോഫിൻ്റെ മുകളിൽ ആക്ട് ചെയ്യും. ഗ്രോത്ത് ഹോർമോൺ സെക്രീറ്റ് ചെയ്യും. ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ലിവർ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കിയിട്ട് മാറ്റും. ഓക്കെ, ദെൻ അപ്പോൾ എന്ത് പറ്റും? ഫോർത്ത് സ്റ്റെപ്പിൽ ബ്രേക്ക് ഡൗൺ ഓഫ് ലിവർ ഗ്ലൈക്കോജൻ ഇൻ ടു ഗ്ലൂക്കോസ്. സോ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടുതലേ, അപ്പോൾ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നോർമൽ ലെവലിലോട്ടേക്ക് ആവും, കൂടുന്നില്ല. ഇറ്റ് റീച്ച് അപ് ടു ദി നോർമൽ ലെവൽ. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫോർത്ത് സ്റ്റെപ്പ്. നോർമൽ ലെവൽ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവും? നോർമൽ ലെവലിൽ നിന്നും ഇപ്പോൾ ഇവിടെ റിലീസിങ് ഹോർമോണിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. ഈ നോർമൽ ലെവൽ ഇങ്ങനെ വീണ്ടും കൂടിക്കൊണ്ടേയിരിക്കും. ദിസ് തേർഡ് സ്റ്റെപ്പ്, ദാറ്റ് ഇസ് ബ്രേക്ക് ഡൗൺ ഓഫ് ലിവർ ഗ്ലൈക്കോജൻ ഇൻ ടു ഗ്ലൂക്കോസ് ആൻഡ് ഇറ്റ്സ് എൻട്രി ഇൻ ടു ബ്ലഡ് സ്ട്രീം. അതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ നോർമൽ കഴിഞ്ഞാലും അതിൻ്റെ ലെവൽ കൂടും. അപ്പോൾ നോർമൽ കഴിഞ്ഞ് കൂടുമ്പോൾ ആ കണ്ടീഷൻ എന്താവും? ദാറ്റ് വിൽ ബി ഹൈപ്പർഗ്ലൈസീമിയ. ഓക്കെ, സോ ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ്
ഹൈപ്പർഗ്ലൈസീമിയ ഉണ്ടായി. ഇവിടം വരെ നമ്മൾ പറഞ്ഞു ഗ്ലൂക്കോസ് നോർമൽ ലെവലായി. നോർമൽ ലെവലായാലും ബോഡിക്ക് അറിയില്ല നോർമലായി, അത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് അറിയില്ല. സോ സ്റ്റിൽ ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കോജൻ കണ്ടിന്യൂ. So the blood glucose level increased and that condition is hyperglycemia. Okay, ഈ hyperglycemia ഉണ്ടാവുമ്പോൾ that stimulate again the hypothalamus for the secretion of growth hormone inhibiting hormone. Okay, ആക്ച്വലി അവിടെ രണ്ട് ആക്ഷൻ വരുന്നുണ്ട്. ഇത് ഹൈപ്പോതലാമസിനെ പോയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഗ്രോത്ത് ഹോർമോൺ ഇൻഹിബിറ്റിംഗ് ഹോർമോണിനെ റിലീസ് ചെയ്യുകയും ചെയ്യും. അതുപോലെ ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഹോർമോൺ ഉണ്ടായിരുന്നല്ലോ നേരത്തെ ഉണ്ടായ, അയാളുടെ ലെവൽ കുറയ്ക്കുകയും ചെയ്യും. സോ ദ ലെവൽ ഓഫ് റിലീസിങ് ഹോർമോൺ വിൽ ബി റിഡ്യൂസ്ഡ് ആൻഡ് ദി ഇൻഹിബിറ്റിംഗ് ഹോർമോൺ വിൽ ബി ഇൻക്രീസ്ഡ്. ഓക്കെ, ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഇൻക്രീസ് ചെയ്തു, ഹൈപ്പർഗ്ലൈസീമിയ ഉണ്ടായി. ഹൈപ്പർഗ്ലൈസീമിയ ഉണ്ടാവുമ്പോൾ ദാറ്റ് ഹൈപ്പർഗ്ലൈസീമിയ ഹൈപ്പോതലാമസിൻ്റെ മുകളിൽ പോയിട്ട് ആക്ട് ചെയ്യും. ഗ്രോത്ത് ഹോർമോൺ ഇൻഹിബിറ്റിംഗ് ഹോർമോണിൻ്റെ സെക്രീഷൻ കൂടും. ദാറ്റ് ഇസ് ദി 6th step. Okay, and in the 7th step, as the release of growth hormone inhibiting hormone from hypothalamus increases, എവിടെയെത്തും? that reaches again into the anterior pituitary, that is on the somatotrophs. വീണ്ടും അത് സൊമാറ്റോട്രോഫിലെത്തും. പക്ഷേ ഇവിടെ എത്തുന്നത് ഗ്രോത്ത് ഹോർമോൺ ഇൻഹിബിറ്റിംഗ് ഹോർമോണാണ്. നേരത്തെ എത്തിയത് റിലീസിങ് ഹോർമോണാണ്. സോ ദിസ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ഇൻഹിബിറ്റ് ദ സെക്രീഷൻ ഓഫ് ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ. ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഗ്രോത്ത് ഹോർമോണിനെ ഇവരെന്ത് ചെയ്യും? ഇൻഹിബിറ്റ് ചെയ്യും. Okay, so that is the next step. Human growth hormone inhibiting hormone transported into the anterior pituitary, and from there it act on the somatotrophs and that inhibit the production of human growth hormone. And in the 8th step, as the human growth hormone reduces, the production of insulin like growth factors also gets reduces. ഈ IGF-സിനാണ് എന്തിൻ്റെ മുകളിൽ ആക്ഷൻ ഉള്ളത്? ഗ്ലൈക്കോജൻ്റെ മുകളിൽ ആക്ഷൻ ഉള്ളത്. അപ്പോൾ ഇവരുടെ ലെവൽ കുറയുകയാണെങ്കിൽ നോർമലി ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കോജൻ reduces. As the breakdown of glycogen reduces, the release of glucose into blood is also getting reduces. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും റെഡ്യൂസ് ചെയ്യും. ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോണിൻ്റെ ലെവൽ റെഡ്യൂസ് ചെയ്തു. സോ ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടേഴ്സിൻ്റെ പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്തു. ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് വീണ്ടും കുറഞ്ഞു. റിലീസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ ടു ബ്ലഡ് ഇസ് ഓൾസോ ഗെറ്റിംഗ് റെഡ്യൂസ്ഡ്. ഓക്കെ, നമുക്ക് വേണ്ടതും അത് തന്നെയായിരുന്നു. ഇതിൻ്റെ ലെവലെല്ലാം കുറയണം. ലാസ്റ്റ് പിക്ചറിൽ ഇങ്ങനെ കാണിച്ചു തരാം. 7th വരെയല്ലേ നമ്മൾ പറഞ്ഞത്? inhibit the production of human growth hormone that reduces insulin like growth factors, so that reduces the breakdown of liver glycogen into glucose. So എന്ത് പറ്റും? ബ്ലഡ് ഗ്ലൂക്കോസ് കൂടിയ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറയും, കുറഞ്ഞിട്ട് നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിൽ എത്തും. പക്ഷെ അത് നോർമലിൽ എത്തിയാലും വീണ്ടും എന്ത് ചെയ്യാൻ പറ്റില്ല? ബോഡിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ബോഡിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, അല്ല ബോഡിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഈ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ വീണ്ടും അത് ഹൈപ്പോതലാമസിനോട് പറയണം. ഓക്കെ, ആസ് സച്ച് അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എത്തിയാലും വീണ്ടും അതിൻ്റെ ലെവൽ കുറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം എന്താ? ഇവിടെ ഗ്രോത്ത് ഹോർമോണിൻ്റെ ലെവൽ കുറയാണ്, ഇതിൻ്റെ ലെവൽ കുറയാണ്. ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കോജൻ ഇസ് ഓൾസോ റെഡ്യൂസസ്. സോ ബ്ലഡ് ഗ്ലൂക്കോസ് നമ്മൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നോർമലിനെക്കാട്ടും അത് വീണ്ടും കുറയാൻ ചാൻസ് ഉണ്ട്. ദാറ്റ് കണ്ടീഷൻ ഇസ് ആക്ച്വലി ഹൈപ്പോഗ്ലൈസീമിയ, ദാറ്റ് ഇസ് ബിലോ ദി നോർമൽ ലെവൽ. അപ്പോൾ എന്ത് പറ്റും? വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യും. സോ ആസ് എ ഹോൾ ഇറ്റ് ഇസ് എ സൈക്ലിക് പ്രോസസ്. സ്റ്റാർട്ട്സ് ഫ്രം നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് പറഞ്ഞു തുടങ്ങിയാൽ മതി. ഒന്നുകിൽ നമുക്ക് ഹൈപ്പർഗ്ലൈസീമിയ എന്ന് പറഞ്ഞു തുടങ്ങാം, അല്ലെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറഞ്ഞു തുടങ്ങാം. സോ ഹൈപ്പോഗ്ലൈസീമിയ ആൻറ്റിരിയർ പിറ്റ്യൂട്ടറിൻ്റെ മുകളിലെത്തും. ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഹോർമോൺ then act on the somatotrophs and the release of the human growth hormone and release of the insulin like growth factors, breakdown of glycogen into glucose, blood glucose level increases to normal and again it increases. That causes hyperglycemia and it stimulates again hypothalamus for the secretion of growth hormone inhibiting hormone, and this transported into the anterior pituitary. From there it act on the somatotrophs and it inhibit the production of human growth hormone and again it reduces the production of insulin like growth factor. So the breakdown of liver glycogen reduces it back into the normal blood glucose level. When the reaction continues, that can leads to hypoglycemia and the cyclic process
gets continued. Okay, so this is a negative feedback mechanism for hypoglycemia. Okay, thank you.